നമ്മുടെ ജീവിതവുമായിട്ട് അഭേദ്യമായിട്ട് ബന്ധപ്പെട്ട ഒരു വിശുദ്ധനെ പേരറിയാതെ തന്നെ മാതാവിനോടുള്ള സ്നേഹത്തിലൂടെ നമ്മൾ എന്നും പരിചയപ്പെടുന്ന വിശുദ്ധനെയാണ് നമ്മൾ ഇന്ന് ചരിത്രത്തിൽ പരിചയപ്പെടുക. വിശുദ്ധ സൈമൺ സ്റ്റോക്ക് ഉത്തരീയം ദർശനത്തിലൂടെ ഉത്തരീയത്തെക്കുറിച്ചുള്ള ഭക്തി കാര്യങ്ങൾ മാതാവ് പകർന്നു കൊടുത്ത വിശുദ്ധനാണ് വിശുദ്ധ സൈമൺ സ്റ്റോക്ക്. ഇംഗ്ലണ്ടിലാണ് വിശുദ്ധൻ ജനിച്ചത്. 1165 ഒരു പ്രഭു കുടുംബത്തിൽ. അപ്പച്ചനും അമ്മച്ചിയും നല്ല ഭക്തിയുള്ളവരാണ്. ആ സ്ഥലത്തെ ഒരു ഗവർണറാണ്, മെയിനായിട്ടുള്ള കാര്യങ്ങളെല്ലാം നോക്കുന്ന ആളാണ് അപ്പൻ. കെൻറ്റിൽ പക്ഷേ ഭക്തിയിൽ വളരെ മുൻപന്തിയിലാണ്. എങ്കിലും ഈ രാജ്യകാര്യങ്ങളൊക്കെ നോക്കുമ്പോഴും ഭക്തിയിലും കുടുംബത്തെ നോക്കുന്നതിലും വളരെ മുൻപന്തിയിലാണ് പാരൻസ്. എല്ലാ ദിവസവും അവർ ഒരുമിച്ച് പ്രാർത്ഥിക്കും. വീട്ടിൽ തന്നെ ഒരു മാതാവിൻ്റെ രൂപം വെച്ച് പ്രാർത്ഥിക്കുന്ന ഒരു രീതിയുണ്ട് അവർക്ക്. കുടുംബ പ്രാർത്ഥനയിൽ ഒരുമിച്ച് രാജ്യത്തിന് മുഴുവൻ വേണ്ടി പ്രാർത്ഥിക്കും. ഇപ്പം ഗവർണറൊക്കെ ആയതുകൊണ്ട് രാജ്യത്ത് എന്തെങ്കിലും പ്രതിസന്ധി വന്നാൽ മാതാവിൻ്റെ മുമ്പിൽ മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കും. മാതാവേ, ഇപ്പോൾ കുരിശ് യുദ്ധം നടക്കുന്ന സമയമാണ്, അതുകൊണ്ട് യുദ്ധത്തിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും സഹായിക്കണമേ. അപ്പോൾ സൈമൺ കുഞ്ഞിലെ തന്നെ ഈ പ്രാർത്ഥനകൾ കേട്ടാണ് വളരുന്നത്. അപ്പോൾ ഒരു പ്രാർത്ഥനയുടെ ഒരു ആത്മീയത, ഒരു പ്രാർത്ഥനയുടെ ഒരു അരൂപി, ഒരു ആത്മീയത, ദൈവത്തോടുള്ളൊരു സ്നേഹം ജന്മന സൈമൺ സ്റ്റോക്കിലുണ്ട്. 12 വയസ്സുള്ളപ്പോൾ ഒരു ദിവസം സൈമൺ അപ്പച്ചനോട് പറഞ്ഞു, അമ്മച്ചിയോട് ഇങ്ങനെ പറഞ്ഞു, എനിക്ക് കാട്ടിലെവിടെയെങ്കിലും പോയിട്ട് തന്നെ ഇരുന്ന് പ്രാർത്ഥിക്കാനായിട്ടൊരാഗ്രഹം, താപസന്മാരെ പോലെ ഞാൻ പൊക്കോട്ടെ. അപ്പോൾ അമ്മയ്ക്ക് പേടിയായി, മോനെ കാട്ടിലേക്ക് നീ പോയി തന്നെ ഇരിക്കാനോ ഈ ചെറുപ്രായത്തിലോ? വേണ്ട മോനെ, ഇച്ചിരി വലുതാകട്ടെ, വലുതാകുമ്പോൾ നിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് വിടാം, അപ്പം വേണ്ട മോനെ. അപ്പം സൈമൺ പറഞ്ഞു, അപ്പച്ചാ, അമ്മച്ചി, നമ്മളെന്നും കുടുംബ പ്രാർത്ഥനയിൽ പ്രാർത്ഥിക്കില്ലേ? ഇന്നാൾ പ്രാർത്ഥിച്ചില്ലേ, കുരിശുദ്ധത്തിലൊക്കെ പങ്കെടുക്കുന്നവർക്ക് സംരക്ഷണം നൽകണമേ മാതാവേ. അപ്പം മാതാവ് സംരക്ഷണം നൽകുന്നല്ലേ പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് പേടിക്കണ്ട, ഞാൻ വനത്തിൽ പോയാലും ഞാൻ തന്നെ ആയാലും എന്നെ മാതാവ് സംരക്ഷിക്കും, ഞാൻ പൊക്കോട്ടെ. എന്നാ ഇഷ്ടമാണെങ്കിൽ റെഡി. അങ്ങനെ 12-ാം വയസ്സിൽ അടുത്തുള്ളൊരു വനത്തിൽ ഒരു മരത്തിൻ്റെ ചോട്ടിലിരുന്നു എന്നാണ് ചരിത്രത്തിൽ പറയുന്നത്. വലിയ മരങ്ങൾക്ക് അടിയിൽ ഇങ്ങനെ പൊത്തുപോലെ നമ്മളിങ്ങനെ പിക്നിക്കിനൊക്കെ പോകുമ്പോൾ കണ്ടിട്ടുണ്ടാവും. അങ്ങനെ ഒരു ഗ്യാപ്പ്, ഹോളുള്ളത്, അതിൻ്റെ അടിയിലേക്ക് ഓഴ്ന്നിറങ്ങി അവിടെ ഇരുന്നിട്ടാണ് പ്രാർത്ഥിക്കാനായിട്ട് സ്ഥലം കണ്ടെത്തിയത്. സ്റ്റോക്കിൻ്റെ അർത്ഥം തടി, മരം, ഒരു മരത്തിൻ്റെ കഷ്ണം. അതുകൊണ്ടാണ് സൈമൺ സ്റ്റോക്കിന് സൈമൺ സ്റ്റോക്ക് എന്ന പേര് വന്നത്. തുടർന്ന് ഒത്തിരി കാലം ഇങ്ങനെ ഈ മരവുമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ ഏകാന്തതയിൽ പോയിട്ട് പ്രാർത്ഥിക്കുന്ന ഒരു രീതി സൈമൺ സ്റ്റോക്കിന് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ പോയിരുന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കും, മാതാവേ, എന്നെക്കുറിച്ചുള്ള പ്ലാൻ എന്താണ്, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? എൻ്റെ ഉള്ളിലുള്ള ആഗ്രഹം ദൈവവുമായിട്ടുള്ള അഗാധമായ ബന്ധത്തിൽ ഇരിക്കാനാണ്. എൻ്റെ ജീവിതത്തിൻ്റെ വഴി എനിക്ക് കാണിച്ചു തരണം. ഞാൻ ഈ അങ്ങയും ദൈവവുമായിട്ടുള്ള സംഭാഷണത്തിൽ ഇങ്ങനെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് മാതാവിൻ്റെയും കർത്താവിൻ്റെയും എല്ലാ സാന്നിധ്യത്തിൽ, പ്രാർത്ഥനയിൽ, ത്യാഗത്തിൽ ഒരു ഹെർമിറ്റിനെ പോലെ, ഒരു താപസനെ പോലെ അവിടെ ജീവിക്കുകയാണ്. അപ്പോൾ ഭക്ഷണമൊക്കെ വീട്ടിൽ നിന്ന് കൊണ്ടുകൊടുക്കും. മോനെ, നീ ഇങ്ങനെ പട്ടിണിക്ക് ഇരിക്കല്ലേ. അപ്പോൾ ഇവനിഷ്ടം എപ്പോഴും അവിടെ കാട്ടിൽ നിന്ന് കിട്ടുന്ന എന്തെങ്കിലും, അവർക്ക് പരിചയമുണ്ടല്ലോ വനത്തിൽ എന്തൊക്കെയാണെന്നൊക്കെ അവർക്ക് പരിചയമുണ്ട്, ഏതെങ്കിലും കായ്കനികൾ അല്ലെങ്കിൽ പച്ചക്കറി, അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്തെങ്കിലും കഴിക്കും, വെള്ളം കുടിക്കും. അങ്ങനെയാണ് രീതി. അപ്പോൾ അമ്മ ഇടയ്ക്കിടയ്ക്ക് ഭക്ഷണം കൊണ്ട് കൊടുക്കും, മോനെ നീ ഇത് കഴിക്കണം കേട്ടോ എന്നിങ്ങനെ പറയും. കുറച്ച് നാളിങ്ങനെ പ്രാർത്ഥിച്ച് അത് കഴിഞ്ഞപ്പോൾ വീണ്ടും വീട്ടിലേക്ക് തന്നെ വന്ന് സാധാരണ പോലെ തന്നെ ഹെർമിറ്റ് അല്ലാതൊരു മറ്റു കുട്ടികളെ പോലെ തന്നെയുള്ളൊരു ജീവിത രീതി നയിച്ചു. പഠിച്ചു, തിയോളജിക്കൽ സ്റ്റഡീസ് എല്ലാം കുറച്ച് അധികമായിട്ട് ചെയ്തു. അങ്ങനെ പഠനത്തിൻ്റെ കാലഘട്ടം കഴിഞ്ഞപ്പോൾ വീണ്ടും ഹെർമിറ്റായിട്ട് ഇവിടെ തന്നെ പോയി. ഈ മരത്തിൻ്റെ
താഴെ തന്നെ അതിൻ്റെ ഇടയിലുള്ള ഗ്യാപ്പിൽ തന്നെ ഇരുന്ന്, അതിന് പറ്റിയൊരു സൗകര്യമുള്ള സ്ഥലമാണ്, അവിടെ തന്നെ ഇങ്ങനെ ഇരുന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെ ഒരു ദിവസം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു വിഷൻ പോലെ ഒരു സ്വരം, ഒരു തോന്നൽ, ഉള്ളിൽ നിന്നുള്ളൊരു വലിയ ഒരു ആഗ്രഹം എല്ലാം കൂടി ഇങ്ങനെ വരികയാണ്. സൈമൺ, പലസ്തീനായിലേക്ക് പോവുക. ഇതിപ്പോൾ ഇംഗ്ലണ്ടിലാണ് കേട്ടോ, അവരിയ്ക്കുന്ന വീട് ഇംഗ്ലണ്ടിലാണ്. പലസ്തീനായിലേക്ക് പോവുക. പലസ്തീനായിൽ കാർമൽ മലയിൽ എൻ്റെ പേരിലൊരു ആശ്രമമുണ്ട്, അവിടേക്ക് ചെല്ലുക, നീ അവിടേക്ക് വരണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അവിടെ പോയിട്ട് ബാക്കി വിവരങ്ങൾ അറിയാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ നിന്ന് യാത്ര ചെയ്ത് പലസ്തീനയിലേക്ക് എത്തി, ജെറൂസലേമിൽ എത്തി. അവരവിടെ ആശ്രമത്തിൻ്റെ അവിടെ ചെന്നിട്ട് കണ്ടുപിടിച്ച് അവിടെ ചെന്നു. എന്നോട് മാതാവ് ഇങ്ങനെ പറഞ്ഞിട്ടാണ് ഞാൻ ഈ ആശ്രമം തേടി വന്നത്. ഓക്കെ, വെൽക്കം എന്ന് പറഞ്ഞു അവർ ആശ്രമത്തിലെ അംഗങ്ങൾ. അപ്പോൾ അവിടെ ഇരുന്ന് ചോദിച്ചു, എങ്ങനെയാണ് ഈ ആശ്രമം ഇവിടെ സ്ഥാപിക്കപ്പെട്ടത്? അപ്പോൾ അതിൻ്റെ ചരിത്രം പറയുകയാണ്. കാർമൽ മലയാണ്. നമുക്കറിയാം, സുവിശേഷത്തിൽ രാജാക്കന്മാരുടെ പുസ്തകത്തിൽ ഏലിയായുടെ സംഭവം പറയുന്നുണ്ട്. ബാൽദേവന്മാർ അവരെ ആരാധിച്ച ജനങ്ങളെ സത്യദൈവത്തിൻ്റെ വിശ്വാസം പഠിപ്പിക്കാനായിട്ട്, ജീവനുള്ള സത്യ ഏകദൈവം ഏകത എന്ന് പഠിപ്പിക്കാനായിട്ട് ഇറങ്ങിത്തിരിച്ച ഏലിയ അത്ഭുതം ചെയ്തത്. ഏലിയ സ്വർഗത്തിലേക്ക് നോക്കി പറഞ്ഞു, ദൈവമേ, അങ്ങാണ് ജനത്തിൻ്റെ മുഴുവൻ ദൈവമെന്ന് ഈ ജനം അറിയാൻ വേണ്ടി അങ്ങിപ്പോൾ ഇറങ്ങി വന്ന് ഈ ബലിവസ്തു സ്വീകരിക്കണമേ. അപ്പോൾ നമുക്കറിയാം ആ സംഭവങ്ങളെല്ലാം വ്യക്തമായിട്ട്. അപ്പോൾ അഗ്നി ഇറങ്ങി, ആ സ്വർഗത്തിൻ്റെ അഗ്നി ഇറങ്ങിയ ആ സ്ഥലത്താണ് ഇവർ ഈ ആശ്രമം സ്ഥാപിച്ചിരിക്കുന്നത്. മാത്രമല്ല ഏലിയ അതിനുശേഷം നമുക്കറിയാം അവിടെ ഉണ്ടായിരുന്ന സംഭവങ്ങളെല്ലാം. ഇനി മഴ ഞാൻ പറയാതെ പെയ്യില്ല, ഞാൻ പറയുന്ന ദൈവം പറയാതെ പെയ്യില്ല എന്ന് പറഞ്ഞ് മഴ നിന്ന ഒരു സംഭവം നമുക്കറിയാം. അങ്ങനെ മഴ നിന്ന് കഴിഞ്ഞപ്പോൾ ഏലിയ തൻ്റെ ശിഷ്യന്മാരെ അവരോട് പറഞ്ഞു, മഴ പെയ്യാറായിട്ടുണ്ട്. അത് പ്രാർത്ഥിച്ചു. ഇനി അതിൻ്റെ ലക്ഷണങ്ങൾ നോക്കുക. 7 ദിവസം തുടർച്ചയായിട്ട് ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ കടലിൽ നിന്ന് വെള്ളം ശക്തിയായിട്ട് ഉയർന്ന്, അതായത് അന്തരീക്ഷത്തിൻ്റെ താപത്താൽ വെള്ളം ഉയർന്ന് മേഘമായി മഴ പെയ്യുന്ന സമയമായോ എന്ന് നോക്കാനാണ് ഇവർ ശിഷ്യന്മാർ ഏലിയെ വിടുന്നത്. അങ്ങനെ ഓരോ പ്രാവശ്യം നോക്കുന്നതും വിടുന്നതും അതിൻ്റെ മറുപടി പറയുന്നതെല്ലാം നാം വായിക്കുന്നുണ്ട്. ഒരു പ്രാവശ്യം ശിഷ്യന്മാർ വന്ന് പറഞ്ഞു, പിതാവേ, മേഘം ശക്തിയായിട്ട് ഉയർന്നിട്ടുണ്ട്. അന്ന് ആ മേഘത്തിൽ അവർ നോക്കിയപ്പോൾ അതിൽ ഒരു സ്ത്രീയുടെ രൂപം കണ്ടു എന്നാണ് പറയുന്നത്. സർപ്പത്തെ തകർത്ത സ്ത്രീയുടെ രൂപം ആ മേഘത്തിൽ വന്നു എന്നും, ആ സർപ്പത്തെ തകർത്ത സ്ത്രീ, ബൈബിളിൽ പറയുന്ന ആ സ്ത്രീ പരിശുദ്ധ അമ്മയാണെന്നും, ആ മാതാവിനോടുള്ള ഡിവോഷൻ കാണിക്കാൻ വേണ്ടിയിട്ടാണ് അവർ കാർമൽ മലയിൽ പരിശുദ്ധ കർമ്മല മാതാവിൻ്റെ പേരിൽ ഈ ആശ്രമം സ്ഥാപിച്ചിരിക്കുന്നത്. അപ്പം അന്ന് ഏലിയായുടെ കാലത്ത് പറഞ്ഞു, മനുഷ്യാവതാരം സംഭവിക്കും, ഈശോ വരും, പരിശുദ്ധ അമ്മയിലൂടെ അത് സംഭവിക്കും എന്ന് അവർക്ക് വിശ്വാസമുണ്ടായിരുന്നു. അതിൻ്റെ എല്ലാം ആ ഒരു പ്രതീകമായിട്ടും ആ ഒരു ഭക്തിയിലുമാണ് ഇവർ ഈ 12-ാം നൂറ്റാണ്ടിൽ ഈ ആശ്രമം അവിടെ തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം കേട്ടപ്പോൾ സൈമണ് മനസ്സിലായി, പരിശുദ്ധ അമ്മ തന്നെയാണ് അമ്മയുടെ സവിധത്തിലേക്ക് എന്നെ കൊണ്ടുവന്നിരിക്കുന്നത്. 1214 ആ ആശ്രമത്തിൽ അംഗത്വം സ്വീകരിച്ചു. അവിടെ വൈദികനായി സന്യാസിയായിട്ട് തുടരുകയാണ്. വളരെ ത്യാഗപൂർണമായ സ്നേഹപൂർവകമായ ജീവിതമാണ് ആശ്രമത്തിൽ സമൂഹാംഗങ്ങളോടൊത്ത് അവിടെ നയിക്കുന്നത്. ദൈവസ്നേഹത്തിൽ ഒത്തിരി വളർന്നു, ഒത്തിരിയേറെ പ്രബന്ധങ്ങളറിയാം, വചനത്തിലാഴ്ന്നു. അതുകൊണ്ട് തനിക്ക് കിട്ടിയ വലിയ അറിവുകളെ മറ്റുള്ളവരുമായിട്ട് പങ്കുവെക്കുകയും ചെയ്തു. ഒപ്പം തന്നെ താൻ തന്നെ ദൈവവുമായിട്ടുള്ള അഭേദ്യമായ ബന്ധത്തിൽ ആഴപ്പെട്ടു. പച്ചക്കറി മാത്രമേ കഴിക്കുകയുള്ളൂ. ഇങ്ങനെ ഇവർ ദൈവസ്നേഹത്തിലാഴ്ന്ന് സമൂഹം ഒന്നിച്ച് തങ്ങളുടെ ദൗത്യമെല്ലാം ചെയ്ത് മാതാവിനോടുള്ള സ്നേഹത്തിൽ ഇങ്ങനെ വളർന്നു വരികയാണ്. അപ്പോൾ കുരിശുയുദ്ധത്തിൻ്റെ കാലം, 100 വർഷങ്ങളായിട്ട് നാട്ടിലാകെ കുരിശുയുദ്ധത്തിൻ്റെ കാലമാണ്. വിശുദ്ധ സ്ഥലങ്ങൾ പിടിച്ചെടുക്കാൻ വേണ്ടി സഭാംഗങ്ങൾ, സഭയുമായി ബന്ധപ്പെട്ട വ്യക്തികൾ, അൽമായർ, കുടുംബാംഗങ്ങൾ എല്ലാവരും ശ്രമിക്കുന്നു. യുദ്ധത്തിലെല്ലാം പങ്കെടുക്കുന്നു.
ശത്രുക്കൾ വിശുദ്ധ സ്ഥലങ്ങൾ കീഴടക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ പെട്ടെന്നൊരു ദിവസം ഓരോ കൂട്ടർ വന്നു ഇങ്ങനെ പറഞ്ഞു, ഇതേ ഇപ്പോൾ നമ്മുടെ ശത്രുക്കൾ നമ്മളെയെല്ലാം കീഴടക്കി ഇവിടെ നിന്ന് തുരുത്താനുള്ള ഒരു ശ്രമത്തിലാണ്. അതുകൊണ്ട് രഹസ്യമായിട്ടൊരു സന്ദേശം ലഭിച്ചിരിക്കുന്നു. പ്രിയപ്പെട്ട സമൂഹാംഗങ്ങളെ, കാർമൽ ഭവനത്തിലുള്ള സമൂഹാംഗങ്ങളെ, നിങ്ങളിവിടെ നിന്ന് പൊക്കോളൂ, എത്രയും വേഗം പൊക്കോളൂ എന്നുള്ളൊരു സന്ദേശം ലഭിച്ചു. അപ്പോൾ എല്ലാവരും കൂടി സൈമൺ സ്റ്റോക്കിനോടും കൂടി ചോദിച്ചു, എങ്ങനെയാണ് ഇങ്ങനൊരു സന്ദേശം നമുക്ക് കിട്ടുന്നുണ്ടല്ലോ, നമ്മൾ പോകണമോ, ദൈവം എന്താണ് പറയുന്നത്? അപ്പോൾ സൈമൺ പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, ദൈവം ഇപ്പോൾ ആഗ്രഹിക്കുന്നത് നമ്മളിവിടെ നിന്ന് അങ്ങോട്ട് പോകാനാണ്, നമുക്ക് സുരക്ഷിതമായിട്ട് അങ്ങനെ പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ പലസ്തീനയിൽ നിന്ന്, ജെറുസലേമിൽ നിന്ന് കാർമൽ ഭവനത്തിലുള്ള എല്ലാവരും പല ദേശങ്ങളിലേക്ക് പോയി. യൂറോപ്പിലാകമാനം പല ദേശങ്ങളിലേക്ക് പോയി. അപ്പോൾ ഇവർ കാർമലൈറ്റ്സ് ആണ്. പക്ഷേ അവിടെ ചെന്നപ്പോൾ എല്ലാവർക്കും അങ്ങനെ നിൽക്കാനായിട്ടും ഒരു സുരക്ഷിതമായ സ്ഥലങ്ങളില്ല, ആശ്രമങ്ങളില്ല. എല്ലാവരും ഇങ്ങനെ ചിന്നിച്ചിതറി. ആ യുദ്ധത്തിൻ്റെ ഒരു ഭീഷണിയിൽ എല്ലാവരും പല സ്ഥലങ്ങളിലേക്ക് പോയി. കുറേ പേര് മെൻഡിക്കൻസായിട്ട്, മെൻഡിക്കൻസ് മീൻസ് യാചിച്ച്, ഭിക്ഷാടക സഭ, യാചിച്ച് താമസിക്കുന്നവർ, അല്ലെങ്കിൽ യോഗികളായിട്ട് മറ്റുള്ളവരിൽ നിന്ന് ഭിക്ഷയെടുത്തിട്ട് അങ്ങനെയുള്ളൊരു സഭയാണ് മെൻഡിക്കൻസിൻ്റെ. അപ്പോൾ ഈ കാർമലൈറ്റ്സിൽ തന്നെ അതും കൂടി മിക്സ് ചെയ്ത് പല ഇതിലേക്ക് പോയി. അതേസമയം സൈമൺ സ്റ്റോക്ക് കാർമലൈറ്റ് തന്നെയായിട്ട്, ഓർഡർ ഓഫ് കാർമലൈറ്റ് ആണ്, ഒക്കാം വിഭാഗക്കാരാണ്. അങ്ങനെയുള്ള സഭാസമൂഹമായിട്ട് തന്നെ തൻ്റെ സ്വദേശമായ ഇംഗ്ലണ്ടിലേക്ക് തന്നെ പോന്നു. അപ്പോൾ ഇംഗ്ലണ്ടിൽ വേഗം സ്ഥലങ്ങൾ ഇങ്ങനെ അന്വേഷിച്ച് കണ്ടെത്തി. കുറച്ച് പേര് അവരുടെ കൂടെ കൂടി അവിടെ ആശ്രമങ്ങൾ സ്ഥാപിച്ചു. അപ്പോഴേക്കും ആ സമൂഹത്തിൻ്റെ ജനറലായിട്ട് ഇദ്ദേഹത്തെ 1247 കാർമലേറ്റ് സഭയുടെ ജനറലായിട്ട് അധികാരമേറ്റു. ആശ്രമങ്ങൾ സ്ഥാപിച്ചപ്പോൾ അംഗങ്ങളെയെല്ലാം കൂടുതൽ എല്ലാ തരത്തിലും വളർത്താനുള്ള ഒരു വലിയ തീക്ഷ്ണത സൈമൺ അച്ഛനുണ്ടായിരുന്നു. അതുകൊണ്ട് വലിയ വലിയ യൂണിവേഴ്സിറ്റികളുള്ള കേന്ദ്രങ്ങളിലെല്ലാമാണ്, ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയുള്ള സ്ഥലങ്ങളിൽ, കേംബ്രിഡ്ജ് സർവകലാശാലയിൽ, പാരീസിൽ, അങ്ങനെയുള്ള എല്ലാ സ്ഥലങ്ങളിലും ഇവരുടെ ആശ്രമങ്ങൾ സ്ഥാപിച്ചു. അതിൻ്റെ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ പുതുതായിട്ട് വരുന്ന മെമ്പേഴ്സിനെ എല്ലാം അവിടെയെല്ലാം പഠിപ്പിച്ച് അവിടെ എല്ലാ ശാസ്ത്രങ്ങളും പഠിക്കും. ഈ അരിസ്റ്റോട്ടലിൻ്റെ ഒക്കെ തത്വത്തിൻ്റെ ബേസിൽ ഫിലോസഫി, തിയോളജി, അതെല്ലാം ഫിസിക്കലായിട്ടുള്ളതും കൂടി ഭൗതിക ശാസ്ത്രത്തിൻ്റെയും എല്ലാം ബേസിൽ എല്ലാ അറിവോടും കൂടി പഠിക്കുന്ന യൂണിവേഴ്സിറ്റികളാണ് ഇവിടെയെല്ലാം. അപ്പോൾ അങ്ങനെയെല്ലാം എല്ലാവരെയും പഠിപ്പിച്ച് സഭയെ തന്നെ കൂടുതൽ ഉണർത്തുന്ന ഒരു തരത്തിലേക്ക് അങ്ങനെ വന്നു. എങ്കിലും പ്രതിസന്ധികൾ സഭയിൽ ഉണ്ടായിക്കൊണ്ടിരുന്നു. അപ്പോഴെല്ലാം മാതാവിനോട് തീക്ഷ്ണമായിട്ട് ജനറൽ അച്ഛൻ, സൈമൺ അച്ഛൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു, മാതാവേ, അങ്ങ് ശക്തമായിട്ട് ഇടപെടുന്നു എന്നുള്ളതിൻ്റെ ഒരു സൈൻ എനിക്ക് തരണമേ, എന്തു പ്രതിസന്ധി വന്നാലും അങ്ങ് ഇടപെടും എന്നുള്ളതിൻ്റെ ഒരു സൂചന നൽകണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു ദർശനത്തിൽ മാതാവ് സൈമണിൻ്റെ കയ്യിൽ കൊണ്ട് ഒരു സ്കാപ്പുലർ കൊടുത്തു. സ്കാപ്പുലർ എന്ന് പറഞ്ഞാൽ വസ്ത്രം എന്നാണ് അതിൻ്റെ അർത്ഥം. നമുക്കറിയാം സ്കാപ്പുലർ, ഏപ്രിൽ. ആ സ്കാപ്പുലറിൻ്റെ തന്നെ ഒരു പീസ് എടുത്ത് വെച്ചിട്ട് അതിനെ സ്കാപ്പുലർ എന്ന് തന്നെ പറയുക, വെന്തിങ്ങ രൂപത്തിലാക്കിയിട്ട്. അപ്പോൾ അത് വെന്തിങ്ങയാണ്. വെന്തിങ്ങയുടെ പേര് സ്കാപ്പുലർ എന്ന് തന്നെയാണ് പറയുക. ഇംഗ്ലീഷിൽ പറയുമ്പോഴാണ് അതിന് ഏപ്രിൽ എന്ന് കൂടി ഒരു അർത്ഥം വരിക, വസ്ത്രം എന്നുള്ള അർത്ഥം കൂടി വരിക. മാതാവ് കൊണ്ടുകൊടുത്തത് വെന്തിങ്ങ, ഉത്തരീയം. 2 തട്ടാണ്, ഒന്ന് കഴുത്തിനോട് ചേർന്നിടാനും ഒന്ന് നെഞ്ചിനോട് ചേർന്നുള്ള ആ തട്ടും. എന്താണ് ഈ ഉത്തരീയം അല്ലെങ്കിൽ സ്കാപ്പുലർ അല്ലെങ്കിൽ ആ വസ്ത്രത്തിൻ്റെ പ്രത്യേകത? ഈ ബൈബിളിൽ വസ്ത്രത്തിന് വളരെയേറെ ഒരു പ്രതീകാത്മകമായ അർത്ഥമുണ്ട്. നമുക്കറിയാം, ഈ ഏലിയായുടെ തന്നെ സംഭവത്തിൽ ഏലിയ ഉന്നതങ്ങളിലേക്ക് എടുക്കപ്പെട്ടപ്പോൾ, സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടപ്പോൾ ഏലിയ ഇട്ട വസ്ത്രം ഏലീഷ സ്വീകരിച്ചു. ആ വസ്ത്രം ദൈവിക ശക്തിയുള്ള വസ്ത്രമായിരുന്നു. അതുപോലെ തന്നെ ജോസഫ്, പൂർവ്വ യോസേപ്പ് പിതാവിനെ അപ്പനായ യാക്കോബ് ഒരു ഡ്രസ്സ് കൊടുത്തു എന്നാണ് പറയുന്നത്. അവിടെയും അതൊരു ദൈവിക സംരക്ഷണത്തിൻ്റെ, ഒരു ദൈവിക ബോണ്ടിൻ്റെ, ഒരു ബന്ധത്തിൻ്റെ ഒരു അടയാളമായിട്ടാണ് വസ്ത്രം. ഇനി പുതിയ നിയമത്തിലേക്ക് വന്നാൽ ഈശോയുടെ വസ്ത്രത്തിൽ രക്തസ്രാവമുള്ള സ്ത്രീ തൊട്ടപ്പോൾ സൗഖ്യം പ്രാപിച്ചു. അപ്പോൾ ഈ വസ്ത്രത്തിൽ തൊട്ടാൽ, ഈ സ്കാപ്പുലറിൽ തൊട്ടാൽ, ഈ ഒരു ചെറിയ വസ്ത്രത്തിൻ്റെ കഷ്ണത്തിൽ തൊട്ടാൽ അവിടെ ദൈവിക മഹത്വം ഇറങ്ങും. ദൈവവുമായിട്ടുള്ള ഒരു കണക്ഷനാണ്.
മാത്രമല്ല പൗലോസ്ലിഹായുടെ ലേഖനത്തിലെല്ലാം പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ക്രിസ്തുവിനെ ധരിക്കുക. എന്താ ധരിക്കുക? വസ്ത്രമാണ്. അപ്പോൾ ഈ വസ്ത്രം എന്ന് പറയുന്നത് എന്തിൻ്റെ ഒരു പ്രതീകമാണ്? ക്രിസ്തുവിനെ ധരിക്കുന്നതിൻ്റെ പ്രതീകമാണ്. അപ്പോൾ സ്കാപ്പുലർ, വെന്തിങ്ങ എല്ലാം എന്തിൻ്റെ പ്രതീകമാണ്? യേശുവിനെ ധരിക്കുന്നത്, യേശുവുമായിട്ടുള്ള കണക്ഷൻ്റെ ഒരു പ്രതീകമാണ്. മാതാവുമായിട്ടുള്ള ബന്ധത്തിലായിരിക്കുന്നതിൻ്റെ, ഒരു സ്വർഗീയ ബന്ധം കിട്ടുന്നതിൻ്റെ ഒരു പ്രതീകമാണ്. ക്രിസ്തു തൻ്റെ കുരിശുമരണം വഴി രക്ഷ മനുഷ്യവർഗത്തിന് നേടിത്തന്നു. ഈ രക്ഷ നമ്മുടെ ശരീരത്തിൽ ധരിക്കുന്നതിൻ്റെ അടയാളമാണ് വെന്തിങ്. എന്നിട്ട് വെന്തിങ് മാതാവ് കൊടുത്തിട്ട് മാതാവ് ഇങ്ങനെ പറഞ്ഞു, മകനെ, നിനക്ക് ഞാനിത് തരുന്നു. നിനക്ക് സംരക്ഷണത്തിനുള്ള ഉത്തമ ഉപാധിയാണിത്. ഇത് ധരിക്കുന്നവരെല്ലാം എൻ്റെ സാന്നിധ്യത്താൽ സംരക്ഷിക്കപ്പെടും. മരണനേരത്ത് അവരുടെ കൂടെ ഞാൻ ഉണ്ടായിരിക്കും. സ്ഥിരമായി വെന്തിങ് ധരിക്കുന്നവരുടെ കൂടെ മരണനേരത്ത് ഞാൻ ഉണ്ടായിരിക്കും. നിത്യശിക്ഷയ്ക്ക് അവർ വിധേയരായിരിക്കുകയില്ല. സന്തോഷത്തോടുകൂടെ സൈമൺ സ്റ്റോക്ക് ഇത് സ്വീകരിച്ചു. ഈ ഉത്തരീയ ഭക്തിയെക്കുറിച്ച് വേഗം യൂറോപ്പ് മുഴുവൻ പ്രചാരത്തിലായി. ജനങ്ങളെല്ലാം അറിഞ്ഞു, ഇത് ധരിക്കാൻ തുടങ്ങി. ഇതിൻ്റെ സംരക്ഷണ ശക്തി ആളുകൾക്ക് അനുഭവപ്പെട്ടു. അതുകൊണ്ട് സ്കാപ്പുലറിൻ്റെ ഒരു സൊസൈറ്റി തന്നെ ഉണ്ടായി. ഈ പഠന രീതി അല്ലെങ്കിൽ ഈ ഭക്തി രീതി ഇത് ശരിയാണോന്നറിയാൻ മരിയൻ ശാസ്ത്രജ്ഞർ പഠിച്ചു, സഭ ഇതിനെക്കുറിച്ച് പഠിച്ചു. അപ്പോൾ ഇത് ഉത്തമമായിട്ടും സത്യമായിട്ടും ഇത് വേണ്ടതാണ്, സഭയ്ക്ക് മുഴുവൻ ഇത് വേണ്ടതാണ് എന്നുള്ള ഒരു അറിവിലേക്കും ഒരു ബോധ്യത്തിലേക്കും വന്നു. സഭ ഇതിനെ അംഗീകരിച്ചു. അങ്ങനെ യൂറോപ്പിലാകമാനമല്ല, നമുക്കറിയാം നമ്മുടെ വീട്ടിൽ നമ്മളെല്ലാം വെന്തിങ് ധരിക്കാൻ തുടങ്ങി. ആ ഭക്തി അത് ധരിച്ചാൽ മാതാവിൻ്റെ സംരക്ഷണം ലഭിക്കും. വെന്തിങ് ധരിക്കുമ്പോൾ, ഉത്തരീയം ധരിക്കുമ്പോൾ 5 കണ്ടീഷൻസ് പറയുന്നുണ്ട്. വെന്തിങ് ധരിക്കുന്നവർ എന്നും ധരിക്കണം. വിശുദ്ധി, അവരുടെ ജീവിതത്തിനടുത്ത വിശുദ്ധി, ഏത് ജീവിതത്തിലാണോ അവരായിരിക്കുന്നത് അതിനനുസരിച്ചിട്ടുള്ള ഒരു ജീവിത വിശുദ്ധി കടമകൾ അവർ പാലിക്കണം. എല്ലാ ദിവസവും കൊച്ചു കൊച്ചു പ്രയേഴ്സ് ചെല്ലണം. കൊന്ത, 5 രഹസ്യങ്ങളുള്ളൊരു കൊന്ത മുടങ്ങാതിരിക്കണം. വർക്ക് ചെയ്യണം എല്ലാവരും. സ്നേഹത്തിലൂടെ മറ്റുള്ളവർക്ക് മാതൃക നൽകണം. അവനവൻ്റെ കടമകളെല്ലാം ഭംഗിയായിട്ട് ചെയ്യണം. ഇങ്ങനെ ചെയ്യാനുള്ള ഒത്തിരിയേറെ കാര്യങ്ങൾ ഈ വെന്തിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ പറയുന്നുണ്ട്. വെന്തിങ്ങ ധരിച്ചുകൊണ്ടുള്ള ഭക്തി ജനങ്ങളിൽ എല്ലായിടത്തും ആഴപ്പെട്ടു. എല്ലാവരോടും ബോധ്യം കൊടുത്തു. അപ്പം ഇവരുടെ സഭ തന്നെ ഇതിന് മുൻകൈ എടുത്തു. പരിശുദ്ധ അമ്മയുടെ പ്രത്യേകമായിട്ടുള്ള സംരക്ഷണം എല്ലായിടത്തേക്കും എത്താനുള്ള ഒരു മാധ്യമമായിട്ട് ഈ വെന്തിങ്ങ ഭക്തിയെ ലോകം മുഴുവൻ പ്രചരിപ്പിക്കുന്ന ഒരു ദൗത്യമായിട്ട് ഇവരുടെ സൈമൺ സ്റ്റോക്കിൻ്റെ സഭയ്ക്ക് ഒരു ദൗത്യമായിട്ടത് മാതാവ് കർത്താവും അത് ഏൽപ്പിച്ചു. തുടർന്ന് തൻ്റെ ജീവിതത്തിൽ ഏറ്റവും പ്രാധാന്യം കൊടുത്തത് മാതാവ് തൻ്റെ ദൗത്യമായിട്ട് എന്തു പറയുന്നുവോ അത് ചെയ്യാനാണ്. ഏകദേശം 100 വയസ്സോളം സൈമൺ സ്റ്റോക്ക് ജീവിച്ചു എന്നാണ് ചരിത്രത്തിൽ പറയുന്നത്. തനിക്ക് എവിടെയെല്ലാം പോയി എന്തെല്ലാം ചെയ്യാനുണ്ടോ ഈ കുരിശുദ്ധത്തിൻ്റെ കാലങ്ങളിലെല്ലാം അതിനെല്ലാം അതിജീവിക്കാനുള്ള വലിയ കാര്യങ്ങൾക്ക് പ്രചോദനമെല്ലാം ലഭിച്ചത് ഈ മാതാവിൻ്റെ സംരക്ഷണത്തിൽ നിന്നാണ്. മാതാവ് എപ്പോഴും പറഞ്ഞിരുന്നു, വെന്തിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ പറഞ്ഞിരുന്നു, സാത്താനെ തുരത്താനുള്ള വലിയ ശക്തിയാണ് ഈ ഉത്തരീയത്തിലുള്ളത്. ഇത് ധരിക്കുന്നവരെ തിന്മയുടെ ശക്തി ഒരിക്കലും ബാധിക്കുകയില്ല. അതുകൊണ്ട് എല്ലാവരും ഇത് ധരിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്. ഇത് ധരിക്കുന്നത് ഒരു ആഭരണം എന്ന പോലെയല്ല. നേരത്തെ പറഞ്ഞതുപോലെ ധരിക്കുക മീൻസ് നമ്മൾ ദൈവത്താൽ രൂപപ്പെടുക, ക്രിസ്തുവിനെ ധരിക്കുക, ക്രിസ്തുവിൻ്റെ സ്വഭാവമായിട്ട് നമ്മുടെ സ്വഭാവവും മാറുക. നമ്മളെല്ലാവരും കൊന്ത, വെന്തിങ്ങ എല്ലാം ധരിക്കുന്നവരാണ്. അതിൻ്റെ എല്ലാം ആഴമായ ആധ്യാത്മികതയായിട്ട് സൈമൺ സ്റ്റോക്കിന് കൊടുത്ത ഈ സന്ദേശങ്ങളിലൂടെ എല്ലാം നമ്മോട് പറയുന്നത് നമ്മുടെ ജീവിതം ക്രിസ്തീയ ജീവിതമായിട്ട് മാറണം. ക്രിസ്തുവിനെ ധരിക്കുന്ന, ക്രിസ്തുവിൻ്റെ പ്രതിരൂപമാകുന്ന, ക്രിസ്തുവിനെ മറ്റുള്ളവർക്ക് നൽകുന്ന ഒരു ജീവിതമായിട്ട് നമ്മുടെ ജീവിതം മാറണമെന്നാണ്. സൈമൺ സ്റ്റോക്ക് 1265 മെയ് 16 തൻ്റെ ഈ ലോക ജീവിതം വിട്ട് തൻ്റെ നിത്യസമ്മാനത്തിനായിട്ട് പുറപ്പെടുകയാണ്.
സൈമൺ സ്റ്റോക്കിൻ്റെ ജീവിതം ഈ ഉത്തരീയ ഭക്തിയിലൂടെ തന്നെ സഭ അംഗീകരിച്ചു. അതിനാൽ വിശുദ്ധൻ എന്നാണ് എന്നും അറിയപ്പെടുന്നത്. അതിന് മറ്റൊന്നും ആവശ്യമില്ല. വിശുദ്ധനായിട്ട് സഭ തന്നെ അംഗീകരിച്ചിരിക്കുകയാണ്. എല്ലാ പഠനങ്ങളും അംഗീകരിച്ചിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം നമ്മുടെ ജീവിതത്തെ എപ്പോഴും സഹായിക്കുമെന്നാണ് വിശുദ്ധൻ്റെ ജീവിതം നമുക്ക് മാതൃകയായിട്ട് തന്ന് നമ്മോട് പറയുന്നത്. മാതാവും കർത്താവും ആഗ്രഹിക്കുന്നത് പോലെ, സ്വർഗം ആഗ്രഹിക്കുന്നത് പോലെ നമ്മുടെ ദൗത്യങ്ങൾ ചെയ്യുവാൻ, നിത്യ സംരക്ഷണം വാങ്ങുവാനായിട്ട്. മാതാവ് ഉത്തരീയം ധരിച്ചാൽ പറയുന്നത് ഭൗതിക ജീവിതത്തിലുള്ള സംരക്ഷണം മാത്രമല്ല, അതിനുള്ള സംരക്ഷണം ലഭിക്കും, തിന്മയിൽ നിന്ന് വിജയിക്കും. നിത്യജീവിതത്തിലേക്ക് എപ്പോഴും കൂട്ടായിട്ട് മാതാവ് ഉണ്ടാകാനായിട്ട് ഉത്തരീയം ധരിക്കേണ്ടത് അത്യാവശ്യമാണെന്നാണ് മാതാവ് എപ്പോഴും സന്ദേശത്തിൽ പറയുക. നിത്യ ജീവിതത്തിലേക്ക് നിങ്ങൾക്ക് മറ്റാരും കൂട്ടില്ലാതിരിക്കുമ്പോൾ ഞാനായിരിക്കും നിങ്ങളുടെ അടുത്ത് വന്ന് സ്വർഗത്തിലേക്ക് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോവുക. നിങ്ങളുടെ പാപത്തിൻ്റെ കറകളെല്ലാം കഴുകിക്കളഞ്ഞ് ദൈവസന്നിധിയിൽ മാധ്യസ്ഥം വഹിക്കാനായിട്ട് ഞാനായിരിക്കും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കുക. അതുകൊണ്ട് ജീവിതം മുഴുവൻ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ എല്ലാ ജീവിതങ്ങൾ, നമ്മുടെ എല്ലാ പ്രിയപ്പെട്ടവരും സ്വർഗത്തിൻ്റെ അടയാളങ്ങളാൽ, ദൈവത്തിൻ്റെ സംരക്ഷണത്താൽ എന്നും സുരക്ഷിതരായിരിക്കട്ടെ. നമ്മുടെ ഈ ലോക ജീവിതയാത്രയിൽ പരിശുദ്ധ അമ്മയുടെയും ഈശോയുടെയും സാന്നിധ്യത്താൽ നമ്മുടെ ജീവിതത്തെ നമുക്ക് ധന്യമാക്കാം. സ്വർഗം നമുക്ക് തരുന്ന പരിശുദ്ധ അമ്മയും ഈശോയും നമുക്ക് തരുന്ന വലിയ വിശുദ്ധ വസ്തുക്കളെ വിശുദ്ധമായിട്ട് നമുക്ക് സ്വീകരിക്കാം. അതിൻ്റെ വലിയ സന്ദേശങ്ങളെ നമുക്ക് സ്വീകരിക്കാം. ഈശോയെ നമുക്ക് ധരിക്കാം. ഈശോയ്ക്ക് സന്തോഷകരമായൊരു ജീവിതം നയിക്കാം. പരിശുദ്ധ അമ്മയുടെ, വിശുദ്ധ സൈമൺ സ്റ്റോക്കിൻ്റെ മധ്യസ്ഥം നമുക്കെപ്പോഴും ഉണ്ടായിരിക്കട്ടെ.